ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അതായത് ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായി ഒരു അധ്യാപകൻ വന്നു. ടോണി സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് അദ്ദേഹം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അദ്ദേഹം ബോർഡിൽ ഇംഗ്ലീഷിൽ എയും മലയാളത്തിലെ ആയും എഴുതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒന്ന് നോക്കൂ, ഇംഗ്ലീഷിലെ എ എഴുതാൻ എന്ത് എളുപ്പമാണ്. അതായത് നേരെ അറിയാലോ, എ എഴുതാൻ 3 വര വരച്ചാലോ, നേരെ വി വി തിരിച്ചിട്ട് വല വരച്ചിട്ട് അടുത്തൊരു വര വരച്ചാൽ എ ആയി. പക്ഷേ മലയാളത്തിലെ ആ എഴുതണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ദുഷ്കരമാണ്. അത് അന്നത്തെ നമ്മുടെ ചെറിയ മനസ്സിൽ, അല്ലെങ്കിൽ ആ ഒരു തലച്ചോറിൽ അതൊരു ഇൻട്രസ്റ്റിംഗ്. അപ്പം അന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഈ ഒരു ചോദ്യം ഉയർന്നിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം എഴുതപ്പെട്ടിരുന്നു. അതായത് എന്തുകൊണ്ടായിരിക്കും ഈ ലെറ്റേഴ്സ് ഇത്രത്തോളം ഡിഫിക്കൽട്ട് ആയത്. ഇപ്പം ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കുമ്പോൾ എഴുതാനാണെങ്കിലും അതിൻ്റെ ആ ഒരു സ്റ്റൈൽ തന്നെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ ഭാഷകളും, ഹിന്ദി ആണെങ്കിലും തന്നെ കന്നഡയാണെങ്കിലും തെലുങ്കാണെങ്കിലും ഓരോ ഭാഷകളും അതിൻ്റേതായ തലത്തിൽ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഭാഷകൾ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദി അല്ലെങ്കിൽ ആ ഒരു നോർത്തിലെ ഭാഷകളെല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ ലെറ്റേഴ്സ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സിമിലാരിറ്റി കാണാം. അതെല്ലാം കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ലൈൻസ് ഉള്ളവയാണ്. ആ ഒരു ലെറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലും സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഹിന്ദിയിലാണെങ്കിൽ ഏത് അക്ഷരം ഏത് വാക്ക് എഴുതിയാലും നമ്മൾ അതിൻ്റെ മേളിൽ കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. പക്ഷേ മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെയുള്ള ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഭാഷകളുടെ സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ അക്ഷരങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവയിൽ കൂടുതലും നമ്മൾ വൃത്താകൃതി അല്ലെങ്കിൽ ഒരു കർവി ഷേപ്പാണ് കാണുന്നത്. എന്തായിരിക്കും ഇതിന് കാരണം? നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് എത്തി നോക്കാം. അതായത് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, പേപ്പർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാധ്യമങ്ങളൊന്നും എഴുത്തിനായി ഉണ്ടായിരുന്നില്ല. അന്ന് സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ എഴുത്തോലകൾ അല്ലെങ്കിൽ പാം ലീവ്സ് ആണ് എഴുത്തിനായി ഉപയോഗിച്ചിരുന്നത്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ അവർ മരത്തിൻ്റെ തൊലിയിലാണ് എന്ന് എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. ആ ഒരു തൊലി കൊണ്ടാണ്, തൊലിയാണ് അവർ പേപ്പറായി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ നോർത്തിലെ അല്ലെങ്കിൽ ഹിമാലയത്തിൽ വളരുന്ന മരങ്ങളുടെ തൊലിയാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ തൊലിയിൽ എഴുതുന്നതും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ലഭ്യമായിരുന്ന ഈ പാം ലീവ്സ് അല്ലെങ്കിൽ എഴുത്തോലകളിൽ എഴുതുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ലഭ്യമായിരുന്ന ഈ എഴുത്തോലകളിൽ ഡയറക്റ്റ് ആയിട്ട് മഷി അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ മഷി കൊണ്ട് ഡയറക്റ്റായി അതിൽ എഴുതാൻ പറ്റില്ല. അതിന് അവർ കണ്ടുപിടിച്ച ഒരു ഉപാധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഴുത്തോലകളിൽ നമ്മൾ എഴുത്താണി എന്ന് വിളിക്കുന്ന, ഇംഗ്ലീഷിൽ സ്റ്റൈലസ് എന്ന് പറയും, ഈ സ്റ്റൈലസ് ഉപയോഗിച്ച് അതിൽ എഴുതിയിട്ട് അതിൽ ചാർക്കോള് ചെറിയ ഓയിൽ, അങ്ങനെ ഒരു ഓയിൽ കണ്ടന്റോട് മിക്സ് ചെയ്ത് അതിനെ മണ്ടയിൽ കൂടെ വരച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുത്തിട്ടാണ് അതിലെ ലെറ്റേഴ്സ് വിസിബിൾ ആയിരുന്നത്. അതായത് എഴുത്താണി കൊണ്ട് ആദ്യം വരച്ച ആ ഒരു ഷേപ്പ് അതിൽ കാർവ് ചെയ്യും. അതിനുശേഷം ഈ ചാർക്കോളും ഓയിലും മിക്സ് ചെയ്ത ആ ഒരു ഇത് ഇങ്ങനെ പുരട്ടുമ്പോഴേക്കും അതിൽ ലെറ്റേഴ്സ് അവിടെ തെളിഞ്ഞു വരും. ആ ഒരു രീതിയാണ് അന്ന് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പം ഈ പാം ലീവ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ ഈ സ്റ്റൈലസ് ഉപയോഗിച്ച് നമ്മൾ എഴുതുമ്പോൾ നേർരേഖയിലായി അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് അതിൽ വരച്ചു കഴിഞ്ഞാൽ ആ ഓല കീറുന്നതിനത് കാരണമാവും. ആ ഓലയുടെ ആ ഒരു ഇതുണ്ടല്ലോ, നാരുകളുണ്ടല്ലോ, അത് പൊട്ടി ആ ഓല പെട്ടെന്ന് കേടായി പോകാൻ അല്ലെങ്കിൽ അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതേസമയം അത് കർവി ആയിട്ട് ഇങ്ങനെ വളഞ്ഞ് എഴുതുകയാണെങ്കിൽ ആ ഒരു ഇലയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റീനെ അത് ബാധിക്കില്ല. പക്ഷേ നോർത്തിലുള്ള ആ ഒരു മരത്തിൻ്റെ തൊലികളിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതായിരുന്നു. അത് മാത്രമല്ല, ആ തൊലികളിൽ സ്ട്രെയിറ്റ് ലൈൻസ് എഴുതുന്നതായിരുന്നു കൂടുതൽ എളുപ്പം. അങ്ങനെ ഈ ഒരു രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പാം ലീവ്സിലെ ഈ സ്ട്രെയിറ്റ് ലൈൻ എഴുതുമ്പോഴുള്ള പ്രശ്നങ്ങളും ആ ഒരു മരത്തൊലിയിൽ സ്ട്രെയിറ്റ് ലൈൻ എഴുതാനുള്ള എളുപ്പവും, ഈ രണ്ട് കാരണങ്ങളും ഇന്ത്യയിലെ ഈ ഭാഷകളുടെ അക്ഷരങ്ങളുടെ ഘടന രൂപപ്പെടുന്നതിൽ വളരെ അധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാവും. അതായത് ഏതൊരു ഭാഷയാണെങ്കിലും അത് ഉരുത്തിരിഞ്ഞ് വന്ന അല്ലെങ്കിൽ അത് വളർന്നു വന്ന ആ ഒരു ഭൂപ്രകൃതിയോട് തന്നെ, അല്ലെങ്കിൽ ആ ഭൂപ്രകൃതി തന്നെ ഇതിനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഭാഷയിലെ അക്ഷരങ്ങളുടെ ഘടന പോലും ആ ഭൂപ്രകൃതിയിലെ ലഭ്യമായിട്ടുള്ള ഓരോ വസ്തുക്കളുടെയും സവിശേഷതകൾ കൂടെ ഇതിൻ്റെ ആ ഒരു വളർച്ചയിൽ ഭാഗമായിട്ടുണ്ട്. അപ്പം പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഒരേ മാധ്യമമാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് എല്ലാവർക്കും പേപ്പറിൽ ഉപയോഗിക്കാം. പക്ഷേ അന്നത്തെ കാലത്ത് അന്നുണ്ടായിരുന്ന ഈ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ പൂർവികർ എഴുത്തിനായി ഉപയോഗിച്ചിരുന്ന രണ്ട് മാർഗങ്ങൾ,
ഒരു രണ്ട് ഭാഷകളുടെ അല്ലെങ്കിൽ രണ്ട് ഭാഷകളുടെ അക്ഷരങ്ങളെ തന്നെ മാറ്റിക്കളഞ്ഞു. അപ്പോൾ അത്രത്തോളം കോംപ്ലക്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങളുടെയും ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ വരുന്നത്, എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ വരുന്നത് എന്ന് നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാലും അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഇതിന് ഇത്രത്തോളം കോംപ്ലക്സ് ആയ ഒരു ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം കോംപ്ലക്സ് ആയ പല കാര്യങ്ങളുമാണ് ഇത്തരത്തിൽ കാര്യങ്ങളെ മാറ്റിമറിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ഈ പല ഭാഷകളുടെയും ലെറ്റേഴ്സിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ വന്ന ചേഞ്ചിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഗ്രീക്ക്, ഇംഗ്ലീഷ് അങ്ങനെയുള്ള ആ ഒരു ഭാഷകളുടെ ലെറ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അന്ന് അവരുടെ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ അവരാദ്യം കല്ലുകളിൽ കാർവ് ചെയ്ത സമയത്ത് അവർക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് കൂടുതൽ എളുപ്പം. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ പൂർവികരൊക്കെ പേപ്പർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആ സമൂഹങ്ങളിൽ പേപ്പർ ലഭ്യമായി തുടങ്ങി. അപ്പം അതുകൊണ്ട് പേപ്പറിൻ്റെ വരവോടെ അവർക്ക് ആ ഒരു രീതി തന്നെ വീണ്ടും പേപ്പറിലേക്ക് ഉപയോഗിക്കാൻ പറ്റി. അതുപോലെ തന്നെ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ എഴുത്തിനെ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ നമ്മുടെ എഴുത്തുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. അതൊക്കെ കൊണ്ടാവാം അവരുടെ ലെറ്റേഴ്സ് ആ ഒരു തരത്തിലായത്. എഴുത്തോലകളിലെ സവിശേഷതകളും അല്ലെങ്കിൽ മരത്തൊലികളുടെ എഴുതുമ്പോഴുള്ള വ്യത്യസ്തതയും കല്ലിൽ കൊത്തിയെടുക്കുമ്പോഴുള്ള ആ ഒരു സവിശേഷതയും എങ്ങനെയാണ് ഓരോ ഭാഷയിലെയും അക്ഷരങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യിച്ചത് എന്നുള്ള ആ ഒരു ടോപ്പിക് ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.